നമുക്കിന്ന് തനി നാടൻ സ്റ്റൈലിലുള്ളൊരു കോഴിയും കുമ്പളങ്ങി പാൽക്കറി തയ്യാറാക്കിയാലോ? വരൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ബോണോട് കൂടിയ പീസസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, വലുതാണെങ്കിൽ ഒരു സവോള അല്ലെങ്കിൽ 2 എണ്ണം, ചെറിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം, വലുതാണെങ്കിൽ 1 പകുതി, 1 കഷ്ണം ഇഞ്ചി, 1 5 കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില. ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്, അതായത് ഗരം മസാല. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. ഒരു ചെറിയ ടീസ്പൂൺ നിറച്ചളവിൽ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കാനായിട്ട്. നമ്മളിവിടെ ചിക്കൻ കുമ്പളങ്ങി ചേർത്ത് പാൽക്കറിയല്ലേ തയ്യാറാക്കുന്നത്, അപ്പോൾ നമുക്ക് കുമ്പളങ്ങ വേണം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അതിന്റെ തോലും അതിലെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലരിത് കുമ്പളങ്ങ നല്ലതുപോലെ വേവിച്ച്, അതായത് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഇതിൽ ചേർക്കാറ്. കാരണം കുമ്പളങ്ങയിൽ നല്ലതുപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്തൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവരുത്. കുമ്പളങ്ങയിൽ നിന്ന് തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ചിക്കനിൽ നിന്നും കുമ്പളങ്ങിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് വരും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 2 വിസിൽ വെക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ള് പെരിഞ്ചീരകം, ഫെന്നൽ സീഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും ഒക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഓരോരുത്തരുടെയും ടേസ്റ്റും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടാവും കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചോട്ടെ. ഒരുപാട് തിളച്ച് മറിയണ്ട, അതേസമയം ഒന്ന് തിളക്കട്ടെ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഉള്ളി കാച്ചിട്ട് ഒഴിക്കാം. ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതായി അരിഞ്ഞ് വെച്ച ചുമന്നുള്ളി വേപ്പിലിട്ട് കൊടുക്കാം. ഇതൊന്നും പൊരിഞ്ഞ് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ ഈ ഉള്ളി മൊരിയിച്ചെടുത്തത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.